ഞാൻ ഡോക്ടർ എബിസൺ ഫിലിപ്പ്, സീനിയർ കൺസൾട്ടന്റ് സർജൻ, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഡിപ്പാർട്ട്മെന്റ്, ഹോളി ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റൽ, മുട്ടുചിറ. ഞാൻ ഡോക്ടർ അലക്സ് മാത്യു, കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ഹോളി ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റൽ, മുട്ടുചിറ. വെരിക്കോസ് വെയിൻ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്? നമ്മുടെ കാലിലെ രക്തക്കൊഴലുകൾ, അശുദ്ധ രക്തം പോകുന്ന വെയിൻസ്, അതിൽ വീക്കം ഉണ്ടാവുകയും അതിന്റെ വാൽവുകൾക്ക് തകരാറുണ്ടാവുകയും അതുവഴി അവിടെ രക്തം കെട്ടി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഡോക്ടർ അലക്സ്, ഇത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ? സാധാരണയായി കാലുകളിലെ രക്തക്കൊഴലുകൾ തടിച്ചു വിയർത്ത് വരികയും കാലിന് നീരുണ്ടാവുകയും കാലിന് വേദന വരികയും ചെയ്യുകയാണ് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. പിന്നീട് അത് രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് മുറിവുകൾ ഉണ്ടാവുകയും കാല് ചൊറിഞ്ഞു പൊട്ടുകയും കാലിൽ നിന്ന് രക്തം വരികയും ചെയ്യുന്ന കണ്ടീഷനും കാണപ്പെടാറുണ്ട്. എന്തൊക്കെ പരിശോധനകളാണ് സാർ ഈ വെരിക്കോസ് വെയിൻ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ആദ്യമായിട്ട് രോഗിയെ പരിശോധിക്കുന്നു, വെരിക്കോസ് വെയിൻ തന്നെ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നു. അതിന്റെ രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ പോലെയുള്ള ഒരു ഡോപ്ലർ പരിശോധന ചെയ്യുന്നു. വാൽവുകളിലെ തകരാറുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിശോധന ചെയ്യുന്നത്. ചികിത്സാ രീതി നിർണ്ണയിക്കുന്നതും ഈ വാൽവുകളിലെ തകരാറിന് അതെ അതെ ഡോപ്ലർ പരിശോധനയുടെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചികിത്സകളാണ് രോഗിക്ക് കൊടുക്കേണ്ടതെന്ന് നിർണ്ണയിക്കുന്നത്. ഏതൊക്കെ ചികിത്സാ രീതികളാണ് സാർ സാധാരണ വെരിക്കോസ് വെയിൻ നമ്മൾ അവലംബിക്കുന്നത്? നമുക്ക് രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഓരോ ചികിത്സാ രീതികൾ നമുക്ക് ഇതിന് അവലംബിക്കാൻ പറ്റും. വാൽവുകളിൽ കാര്യമായ തകരാറുകൾ ഇല്ലാത്ത രോഗികൾക്ക് നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെയുള്ള ചികിത്സ പറ്റും. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ സ്ക്ലിറോതെറാപ്പി, അതായത് നമ്മൾ വെരിക്കോസ് വെയിനിന് എടുക്കുന്ന ഇഞ്ചക്ഷൻ. അധികമായിട്ട് വാൽവുകൾക്ക് പ്രശ്നമുള്ള രോഗികൾക്ക് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ലേസർ ചികിത്സ തുടങ്ങിയ പല ചികിത്സകളും നമ്മൾ അവലംബിക്കാറുണ്ട്. രോഗം എങ്ങനെയാണ് ചികിത്സിക്കുന്നതിനുള്ളതിനെ കുറിച്ചുള്ള പല രീതികളും ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഏതൊക്കെ രീതികളാണ് നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് ഡോക്ടർ കരുതുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ചികിത്സിക്കുന്നത് മുട്ടിനെ കീഴ്പോട്ട് പ്രശ്നങ്ങൾ മാത്രമുള്ളവരാണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ സ്ക്ലിറോതെറാപ്പി വഴിയോ മരുന്നുകൾ വഴിയോ ആണ് ചികിത്സിക്കാറുള്ളത്. മുട്ടിന് മുകളിലോട്ടും പ്രശ്നമുള്ളവരാണെങ്കിൽ അവരെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വഴിയാണ് നമ്മൾ സാധാരണ ചികിത്സിക്കാറുള്ളത്. ഈ ചികിത്സക്ക് എത്രത്തോളം ദിവസം രോഗി ആശുപത്രിവാസം വേണ്ടി വരും? നമ്മുടെ ആശുപത്രിയിൽ സാധാരണ രോഗി രാവിലെ എത്തുകയും ചികിത്സയ്ക്ക് ശേഷം വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാൻ സാധിക്കുന്നതുമാണ്. ഇത് വളരെ ചിലവേറിയ ഒരു ചികിത്സാ രീതിയാണോ? ഇല്ല, നമ്മുടെ ഹോസ്പിറ്റൽ ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ്. വളരെ മിതമായ നിരക്കിലാണ് നമ്മൾ ഈ ചികിത്സ ചെയ്തു കൊടുക്കുന്നത്. ഡോക്ടർ, ഈ ചികിത്സയ്ക്ക് ശേഷം നമ്മൾ സാധാരണ എത്ര ദിവസത്തെ റെസ്റ്റ് പറയാറുണ്ട് രോഗികളോട്? ഈ ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് പ്രത്യേകിച്ചുള്ള ഒരു വിശ്രമമോ ഒന്നും ആവശ്യമില്ല. അടുത്ത ദിവസം മുതൽ തന്നെ അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ ജോലിക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഡ്രൈവ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളോ പ്രത്യേകിച്ച് ഒരു റെസ്റ്റോ ഇതിന് ആവശ്യമില്ല. ചികിത്സയുടെ ഭാഗമായി മുറിവോ മറ്റു കാര്യങ്ങളോ വല്ലതും ഉണ്ടാകാം? ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് വളരെ ലളിതമായ പരിശോധനകളിലൂടെ മനസ്സിലാക്കുകയും അധികം ചെലവില്ലാത്തതായ ഒരു ചികിത്സാ രീതിയിലൂടെ ഭേദപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. തീർച്ചയായും.